ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഡൽഗാന കോഫിയുടെ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ ടിക്ടോക്കിലും ട്രെൻഡിങ് ആണ്. അതുപോലെ തന്നെ ഡൽഗാന കോഫി നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരും അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഡൽഗാന കോഫിയേക്കാളും നല്ല ടേസ്റ്റാണ്. പുഡിംഗ് എന്ന് പറയുമ്പോൾ പുഡിംഗ് നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഡൽഗാന പുഡിംഗ് എന്ന് പറയുമ്പം കിഡുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മൾ ഡൽഗോന കോഫി ഉണ്ടാക്കിയില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഡൽഗോന കോഫിയിൽ ഇത് കാണിച്ചിട്ടുണ്ട്, ഇതിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇടുന്നത് ബ്രൂവിൻ്റെ കോഫി പൗഡർ കേട്ടോ, 3 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളവും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു ഏതാണ് കോഫി പൗഡർ എടുക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഡൽഗോന കോഫി ഉണ്ടാക്കിയപ്പം നെസ്കഫേയുടേതും ഈ പുഡിംഗ് ഉണ്ടാക്കുമ്പോഴും ബ്രൂവിൻ്റെതും ആണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ചൂട് വെള്ളം കേട്ടോ. ഈ വെള്ളവും പഞ്ചസാരയും കോഫി പൗഡറും ഈക്വൽ റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. അതായത് 3 ടേബിൾ സ്പൂണാണ് 3ഉം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഹാൻഡ് മിക്സറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വരണം. പിന്നെ നമ്മൾ ഈ ക്രീമിന് അധികം കയ്പ്പ് വരില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ബട്ടറും മിൽക്കും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പുഡിംഗ് ആണല്ലോ. പുഡിംഗ് ആകുമ്പം അധികം കയ്പ്പ് ഉണ്ടാവില്ല. പക്ഷേ ഈ ഡൽഗാന കോഫി ഉണ്ടാക്കിയപ്പം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിക്കുന്നുണ്ടായിരുന്നു എന്ന്. അതെന്താ വെച്ചാൽ നമ്മൾ വെറുതെ അങ്ങ് കുടിച്ചാൽ പോരാ, രണ്ടും കൂടി, അതായത് മുകളിൽ കാണുന്ന ഫ്ലഫി ആയിട്ടുള്ള ആ കോഫിയുടെ ആ മിക്സും മിൽക്കും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ കുടിക്കാൻ. എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. കുറേ ആൾക്കാരും അത് തെറ്റിച്ചാണ് കുടിക്കുന്നത്. അപ്പോൾ അത് കയ്പ്പായിട്ട് തോന്നും. പിന്നെ അഥവാ കയ്പ്പ് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ബീറ്റാക്കുന്നതിന് മുമ്പായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായി ഒന്ന് മിക്സ് ആക്കണം. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ബീറ്റാക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഹാൻഡ് മിക്സർ വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. അതായത് ഒരു 2-3 മിനിറ്റ് മതി. അല്ലെങ്കിൽ ഫോർക്കോ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റോളെങ്കിലും മാക്സിമം ആക്കണം. അപ്പോൾ ഡൽഗാന കോഫി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ മുകളിൽ കാണുന്ന ഐ കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡൽഗാനയുടെ ക്രീം നല്ലോണം ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുഡിംഗ് ലെയറായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അടിയിലുള്ള ലെയറിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് അടിയിലത്തെ ലെയർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് പുഡിങ്ങിൻ്റെ അടിയത്തെ ലെയറിനും വേണ്ടിയിട്ട് 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് 2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞു. അതെന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള പാലും ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചൈന ഗ്രാസൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 2.5 ഗ്ലാസോളം പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് 50 ഗ്രാമോളം ബട്ടറും പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എല്ലാവർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാനിവിടെ 6 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാലാണല്ലോ നമ്മുടെ ക്രീമിലേക്ക് ചേർക്കുക. അതുകൊണ്ടാണ് ക്രീമിന് കയ്പ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. നമ്മൾ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, പഞ്ചസാരയും ബട്ടറൊക്കെ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന പാലിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഇല്ലേ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പുഡിംഗ് ട്രേ എടുക്കുക. പുഡിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് മാത്രം മാറ്റി വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം സെറ്റാക്കാൻ വെക്കണം. അതിനായിട്ട് ഒരു ഫാനിൻ്റെ ചോട്ടിലൊന്ന് കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ നല്ലോണം ഒന്ന് സെറ്റായിക്കോളും.
അപ്പോൾ ഈ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് പാല് മാറ്റി വെച്ചല്ലോ, അതങ്ങ് ഈ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത് ക്രീം കൂടുതലുകൊണ്ട് പെട്ടെന്ന് അങ്ങ് സെറ്റായി പോവില്ല, നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഉണ്ടെങ്കിൽ ഒരു 2-3 തുള്ളി വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. അതെന്താ വെച്ചാൽ ഈ കോഫിയുടെ അധികം കുറച്ച് കായ്പ് ബാക്കിയുണ്ടാവില്ല, അതും കൂടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ വേണമെന്നില്ല, ഓപ്ഷണലാണ്. അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അതും കൂടി ഇട്ടതിന് ശേഷം. ഇപ്പോൾ പാലൊക്കെ ചൂടണിഞ്ഞിട്ട് നല്ലോണം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡൽഗോണയുടെ ക്രീം ഒന്ന് നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ചോക്കോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുകളിലായിട്ട് വിതറി കൊടുക്കാം. ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പും മിക്സിയിലിട്ട് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഇവിടെ ചോക്കോ ചിപ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ചോക്കോ ചിപ്സ് എടുക്കാതിരുന്നത്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിനി 2-3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുറിച്ചിട്ട് കഴിക്കാൻ തുടങ്ങാം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഡൽഗോന ട്രൈ ചെയ്തതുപോലെ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ.